ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൂടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2010 ഒരു അമേരിക്കൻ ടെലിവിഷൻ TV മൂവിയായിട്ട് പുറത്തിറങ്ങിയ ജെസ്സി സ്റ്റോൺ നോ റിമോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ജെസ്സി സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ്, ഈ ക്രൈം ത്രില്ലർ നോവൽ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇതിലുള്ള ഓരോ മൂവീസും. ഇതിൽ നോ റിമോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിലൊരിക്കലും കുറ്റബോധപ്പെടാതെ ചെയ്ത തെറ്റിൽ നമുക്കൊട്ടും കുറ്റബോധം തോന്നാതിരിക്കുമല്ലോ, അതിനെയാണ് നോ റിമോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂവിയിലും ഒട്ടും കുറ്റബോധം തോന്നാതെ താൻ ചെയ്ത തെറ്റുകളെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സീരിയൽ കില്ലർ ഒരു കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് ഒരുപാട് പേരെ കൊല്ലുന്നു. അപ്പോൾ പോലീസിനെ കൊണ്ടുപോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ആ ഒരു കേസ് നമ്മുടെ ഹീറോയുടെ കയ്യിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ഈ കേസ് എങ്ങനെയാണ് തെളിയിക്കുന്നത് എന്നെല്ലാം നമുക്ക് ഈ മൂവി കണ്ടു തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ക്രൈം ത്രില്ലർ മൂവീസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുമ്പോഴത്തേക്കും പറയുന്ന ഒരേ ഒരു കാര്യം എന്താണ്, സ്റ്റോറി തുടങ്ങുമ്പോൾ നിങ്ങളും ഈ ഒരു സ്റ്റോറിയോടൊപ്പം സഞ്ചരിച്ചു കഴിഞ്ഞാൽ മൂവി അവസാനിക്കുന്നതിന് മുന്നേ തന്നെ കൊലയാളി ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലെ ഇപ്പോഴും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, SR വോയിസ് മൂവി എക്സ്പ്ലെയിൻ. അപ്പോൾ കഥ കേൾക്കാനായിട്ട് എല്ലാവരും തയ്യാറാണെങ്കിൽ നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. ഈ കഥ തുടങ്ങുന്നത് ബോസ്റ്റൺ നഗരത്തിലാണ്. ഇപ്പോൾ നല്ല തിരക്കുള്ള ആ നഗര വീതിയിൽ കാണിക്കുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് നടന്ന് ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തേക്ക് പോകുന്നു. എന്നിട്ട് നടന്നുപോയ ആള് നേരെ തന്റെ കാറിനടുത്തേക്ക് വന്ന് കാറിന്റെ ഡോർ തുറക്കുമ്പോൾ പെട്ടെന്ന് പുറകിലൂടെ ഒരാൾ വന്നിട്ട്, അത് മുഖംമൂടിയിട്ട ഒരാൾ വന്നിട്ട് തന്റെ തോക്ക് ഉപയോഗിച്ച് അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് ഷൂട്ട് ചെയ്ത ആളാണെങ്കിലോ ആ തുറന്നു കിടന്ന കാറിന്റെ ഡോർ അടച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ അവിടുന്ന് നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ മറ്റൊരിടത്ത് ഒരു സംഭവം നടന്നിട്ടുണ്ട്. അറിയാത്തൊരാള് ഒരു സ്റ്റോറിലേക്ക് വന്ന് ആ സ്റ്റോറിലുള്ള ക്ലർക്കിനെ അടിച്ചിട്ടിട്ട് ആ ഷോപ്പിലുള്ള സാധനങ്ങളെല്ലാം മോഷിച്ചുകൊണ്ട് പോയി. ഈ സംഭവം അറിഞ്ഞ് ഒരു ലേഡി പോലീസ് ഓഫീസർ അവിടേക്ക് വരുന്നു. ഇപ്പൊ ഇവിടേക്ക് വന്ന ഒരു പോലീസ് ലേഡിയുടെ പേര് റോസ് എന്നാണ്. അത് ഇവിടെ തന്നെ പരിക്ക് പറ്റിയ ആ ഒരു ക്ലർക്കിനെ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ട ഒരു പോലീസുകാരനും കൂടി ഉണ്ട്. അവന്റെ പേര് ലൂതർ. ഇപ്പൊ റോസ് വന്ന് ലൂതറിനോട് ചോദിക്കുന്നുണ്ട്, ക്ലർക്കിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്, അവൻ ജീവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലൂതർ പറയും, വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവന് പരിക്ക് പറ്റിയിട്ടുള്ളത്, അതുകൊണ്ട് എന്തായാലും ജീവിച്ചിരിക്കാൻ ചാൻസ് ഇല്ല എന്ന് അവൻ പറയുന്നുണ്ട്. നമുക്ക് ഇനി ഒരുപാട് പേരെ ആവശ്യം വരും എന്ന് റോസ് പറയുമ്പോൾ റോസ് ലൂതറിനോട് ചോദിക്കും, അല്ല അയാളെ നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അതേ ചോദ്യം നമ്മുടെ റോസിനോട് ലൂതറും ചോദിക്കുന്നുണ്ട്. അപ്പോൾ റോസും ഇല്ല എന്ന് പറയും. ഇപ്പൊ ഇവര് രണ്ടുപേരും ആരെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവര് രണ്ടുപേരും അന്വേഷിച്ചത് നമ്മുടെ ഹീറോയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോയുടെ പേര് ജെസ്സി സ്റ്റോൺ. ഇപ്പൊ തന്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ് അവൻ താമസിക്കുന്നത്, കൂടെയുള്ളത് ഒരു നായ മാത്രം. അങ്ങനെ തന്റെ സോഫയിൽ റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കാണ് വീട്ടിലേക്ക് ആരോ ഒരാൾ വരുന്നു. അപ്പൊ അത് വേറെ ആരുമില്ല, ഹീറോയുടെ സുഹൃത്ത് തന്നെയാണ്. അയാളുടെ പേര് ക്യാപ്റ്റൻ ഹീലി. അപ്പൊ അയാളും ഒരു പോലീസുകാരനാണ്, ഇപ്പോ മെഡിക്കൽ ലീവിലാണുള്ളത്. ഇപ്പൊ ഹീലി അവിടേക്ക് വരാൻ കാരണം ഇതുവരെ 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഹീറോയുടെ സഹായം ആവശ്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവൻ ഇവിടേക്ക് വന്നത്. പക്ഷെ നമ്മുടെ ഹീറോ സസ്പെൻഷനിലാണ്. അതുകൊണ്ട് അവൻ വരാനായിട്ട് കുറച്ച് മടിക്കുമ്പോൾ ഈ ഫ്രണ്ട് വിചാരിച്ചത് വേറെ ഒന്നുമല്ല, ഹീറോ എപ്പോഴും കുടിച്ചിട്ടാണ് കിടക്കുന്നത്, അതിൽ ചെറിയൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ഈ കേസ് അവന്റെ കയ്യിൽ കൊടുക്കുന്നത്. ഓക്കെ, നീ എന്തായാലും ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആ സുഹൃത്ത് അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് ഒരു കോഡ് വരുന്നു. ഈ അടുത്ത് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ഹീറോയുടെ എക്സ് വൈഫാണ്. അവരുടെ പേര് ജെൻ എന്നാണ്. എലിയറ്റ് എന്ന് പറഞ്ഞ ഒരാളോടൊപ്പമാണ് ഇപ്പോ ജെന്ന് ജീവിക്കുന്നത്. ഇപ്പൊ എക്സ് വൈഫ് വിളിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, അവളുടെ 2ാമത്തെ ഭർത്താവുണ്ടല്ലോ അവനുമായിട്ട് അവള് വഴക്കിട്ടിട്ട് വീണ്ടും ഹീറോയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പോ ഹീറോ വിചാരിക്കുന്നത് എന്താണ്, ഇനി എന്തായാലും അവളോടൊപ്പം സംസാരിക്കാൻ താല്പര്യമില്ല, ഇനി എന്നെ വിളിക്കരുതെന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും കോഡ് വരുമ്പോൾ ഫോൺ എടുത്ത് താഴേക്കൊരു ഒറ്റയേറ് ആ ദേഷ്യത്തിൽ അവിടെ ഇരിക്കുകയാണ്. കാരണം തന്റെ ഭാര്യ അവനെ പിരിഞ്ഞു പോയതിനു ശേഷം ഒറ്റയ്ക്കുള്ളൊരു ജീവിതമായിരുന്നു ഹീറോ എടുത്ത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ റോസ് എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരുണ്ടല്ലോ അവര് ഹീറോയെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. കാരണം ഹീറോ ഇതിനു മുന്നേ വർക്ക് ചെയ്തിരുന്ന പോലീസ് സ്റ്റേഷനിലാണ് റോസും വർക്ക് ചെയ്തത്. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം. ഇപ്പോൾ റോസ് വന്നിട്ട് പറയും, ഞാൻ ഇന്നലെ ഒരുപാട് തവണ വിളിച്ചിരുന്നു, പക്ഷേ കോള് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇന്നലെ അവൻ ആ ഒരു ഫോൺ എടുത്ത് തകർത്തത് കൊണ്ടാണ് ഇവര് വിളിച്ചിട്ട് കിട്ടാഞ്ഞത്. അപ്പോഴേക്കും ഹീറോ റോസിനോട് ചോദിക്കും, ഇപ്പൊ അവസാനമായിട്ട് ഒരു ഷോപ്പ് തകർത്തിട്ട് അവിടെയുള്ള ക്ലർക്കിനെ അടിച്ചൊരു മോഷണം നടന്നല്ലോ, അതെന്തായെന്ന് ഹീറോ റോസിനോട് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഹീറോ പോലീസ് ചീഫായിരുന്ന ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു കടയുള്ളത്, അവിടെയാണ് റോബറി നടന്നത്. അപ്പോൾ റോസ് പറയും, ആ ഒരു ക്ലർക്കിന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്, അയാൾ ഇപ്പോഴും കോമ സ്റ്റേജിലാണ്, അതുപോലെ ഞങ്ങൾക്ക് ആള് തികയുന്നില്ല, അതുകൊണ്ട് ഈ കേസിൽ നിങ്ങളെ കൂടി സഹായിക്കാൻ വരണം എന്ന് പറയും. ഹീറോ ഇന്നലെ അവന്റെ ആ ഒരു ഫോൺ എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചിരുന്നല്ലോ, അതുകൊണ്ട് പുതിയൊരു ഫോൺ വാങ്ങി അത് പ്രോഗ്രാം ചെയ്യാനായിട്ട് റോസിന്റെ കയ്യിൽ കൊടുക്കും. അപ്പോൾ റോസ് ആ ഒരു ഫോണിന്റെ നമ്പർ ഹീറോയോട് ചോദിക്കുമ്പോൾ ഹീറോ പറയുമില്ല, അത് തരാൻ കഴിയത്തില്ല എന്ന് പറയും.
അതിന് കാരണം വേറൊന്നുമല്ല, അവന് വേറെ ആരുടെ കയ്യിൽ നിന്ന് കോൾ വരുന്നത് ഒരിക്കലും ഇഷ്ടമല്ല. പക്ഷെ നമ്മുടെ റോസിന് ഹീറോയുടെ സഹായം എന്തായാലും വേണം. അതുമല്ല, ഹീറോയ്ക്ക് ഒരു ഫോൺ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അറിഞ്ഞല്ലേ മതിയാവൂ. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ അവന്റെ ഫോൺ നമ്പർ റോസിന് മാത്രം ഷെയർ ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ ഈ ഒരു കേസിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവന്റെ സുഹൃത്ത്, ആ ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ, അയാളെ 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിലൊരെണ്ണം 23 വയസ്സുള്ള ഒരു പയ്യൻ പാർക്കിംഗ് ഗാരേജിലെ 7ാമത്തെ നിലയിൽ വെച്ചിട്ടാണ് അവനെ കൊന്നത്. അതും തലയിൽ ഷൂട്ട് ചെയ്ത്. അപ്പൊ ഈ ഒരു സീനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. അപ്പൊ ആ ഒരു ഫ്രണ്ട് പറയും, ഒന്നുകിൽ കൊലയാളിക്ക് വിക്ടിമിനെ അറിയാമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വിക്ടിമ് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അവന് ഷൂട്ട് ചെയ്തിട്ട് ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും കൊലയാളി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഹീറോ പറയും, ഇതിന് രണ്ടിനും ചാൻസ് ഉണ്ട്. എന്തായാലും വിക്ടിമിന് അറിയാവുന്ന ഒരാള് വിക്ടിമ് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അവന് ഷൂട്ട് ചെയ്തിട്ട് പോയി. അതുമല്ല, 7ാമത്തെ ഫ്ലോറിൽ കൊല നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ വിക്ടിമ് ആ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഏറ്റവും താമസിച്ചു വന്ന എല്ലാ കാറുകളും പോയതിനു ശേഷം അവിടേക്ക് വന്ന ഒരാളായിരിക്കണം. അതുകൊണ്ടാണ് അവന്റെ കാർ മാത്രം അവിടെ ഒറ്റയ്ക്ക് കിടന്നത്. അപ്പോൾ ഹീറോ ചിന്തിച്ചത് എന്തായാലും ശരിയായിരിക്കും എന്ന് ആ ഒരു സുഹൃത്ത് വിശ്വസിച്ചിട്ട് എന്തായാലും പാർക്കിംഗ് ഗാരേജിൽ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ താഴെ റോഡിൽ നിറയെ ആളുകളുണ്ടായിരുന്നു. നല്ല തിരക്കായതുകൊണ്ടായിരിക്കാം ആ ഒരു ഷൂട്ടിങ്ങിന്റെ ശബ്ദം ആരും കേൾക്കാഞ്ഞത്. അതുപോലെ സർവെയിലൻസ് ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ പടിക്കെട്ടിനടുത്തായിട്ട് ആ കില്ലർ വന്നു പോയതായിട്ടും അതിലൂടെ കണ്ടിരുന്നു. അതുപോലെ കണ്ടപ്പോൾ കാണാനായിട്ട് യങ്ങായിട്ടും നല്ല ഫിറ്റായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ പോലെയാണ് തോന്നിയത്. അവൻ അവിടെ നിന്ന് പുറത്തേക്ക് പോയ സമയം 10:05. അതിനുശേഷമുള്ള അരമണിക്കൂർ ആ സ്ഥലത്തേക്ക് ആരും വന്നതുമില്ല പോയതുമില്ല. അതിനുശേഷമാണ് ഡെഡ് ബോഡി ആളുകൾ കണ്ടത്. അതുപോലെ മരിച്ചുപോയ വിക്ടിം ജീനോ ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുമായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. അവൻ വേറെ ആരല്ല, ബോസ്റ്റണിലെ ഒരു റൗഡി ഗ്യാങ്ങിന്റെ തലവനാണ്. അപ്പൊ അയാളെ നമുക്ക് എന്തായാലും ബോസ് എന്ന് വിളിക്കാം. അപ്പൊ ആ ഒരു ബോസിന്റെ കീഴെ വർക്ക് ചെയ്തതുകൊണ്ടാണ് ഇവനെ കൊന്നെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരിക്കലും ഇവർക്ക് പറയാൻ കഴിയത്തില്ല. കാരണം ഈ 2 കൊലപാതകങ്ങൾ നടന്നല്ലോ, അതിലെ 2ാമത്തെ വിക്ടിം ഒരു ലേഡിയാണ്. അവരും ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ ലേഡിയാണെങ്കിലോ 3 കുട്ടികളുടെ അമ്മയും. അവരെയും ഇതുപോലെ തന്നെ ഒരു പാർക്കിംഗ് ഗാരേജിൽ വെച്ചിട്ടാണ് കൊന്നത്. ഇപ്പൊ അതുപോലെ 2 കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ട് 3ാമതൊരെണ്ണം നടക്കാനായിട്ട് ചാൻസ് ഉണ്ട് എന്ന് ഈ സുഹൃത്ത് പറയുമ്പോഴത്തേക്കും ഹീറോ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ അവന്റെ കയ്യിൽ തന്റെ ഫോൺ നമ്പർ കൊടുക്കും. അതേപോലെ തന്നെ പറയുന്നുണ്ട് ഇത് വേറെ ആരുടെ കയ്യിലും കൊടുക്കരുതെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ പോകുന്നത് ഒരു ഡോക്ടറിന്റെ അടുത്തേക്കാണ്. ഈ ഡോക്ടറിന്റെ പേര് ഡിക്സ് എന്നാണ്. ഹീറോയ്ക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഈ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നത്. അതുമല്ല, അവിടെ വെച്ചാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഹീറോയുടെ വീട്ടിൽ വളർത്തുന്ന ആ ഒരു നായ ഉണ്ടല്ലോ, അതൊരിക്കലും ഹീറോയുടെ നായല്ല. ആ ഡോഗിന്റെ ഓണറിനെ ഒരാൾ കൊന്നു. അത് കണ്ടതുകൊണ്ടാണ് ആ ഒരു ഡോഗ് ഒരു വിഷമത്തോടെ ഇരിക്കുന്നത് നമ്മൾ ആ ഒരു സീനിൽ കണ്ടത്. അപ്പോ വേറെ ആരെങ്കിലും ആ ഒരു ഡോഗിനെ വാങ്ങുന്നത് വരെയാണ് ഹീറോയുടെ വീട്ടിൽ അവൻ അതിനെ താമസിപ്പിക്കുന്നത്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡോഗിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് തന്നെ 3 വർഷം കഴിഞ്ഞു. ഇതുവരെ ആ ഡോഗിനെ വേറെ ആർക്കും കൊടുത്തിട്ടുമില്ല. സത്യത്തിലെ ഹീറോയ്ക്ക് ആ ഒരു ഡോഗിനെ അത്ര ഇഷ്ടമുള്ളത് കൊണ്ടൊന്നല്ല, കാരണം ഇതിനു മുന്നേ ഹീറോ ഒരു ഡോഗിനെ വളർത്തിയിട്ടുണ്ട്. അതിന്റെ പേര് ബൂമർ എന്നാണ്. ആ ഡോഗ് മരിക്കുന്ന സമയത്താണ് ഹീറോയുടെ വൈഫും അവനെ വിട്ടിട്ട് പോകുന്നത്. അതിനുശേഷം അവൻ ആരോടും അങ്ങനെ അറ്റാച്ച്ഡ് ആവത്തില്ല. അതിന് ചെറിയൊരു പേടിയുണ്ട് എന്നെല്ലാം ഇപ്പോൾ ഹീറോയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഈ ഡോക്ടറിനോട് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ലൂതർ ഉണ്ടല്ലോ, അവനും ഹീറോയും കണ്ടുമുട്ടാണ്. ഹീറോ ഇതിനു മുന്നേ ചീഫായിരുന്ന അതേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ലൂതർ ചീഫായിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഹീറോ സസ്പെൻഷനിലായതുകൊണ്ട് മറ്റുള്ള പോലീസുകാർ ആരും അവരോട് സംസാരിക്കാൻ പാടില്ല. പക്ഷെ ഇവര് രണ്ടുപേരും മറ്റാരും അറിയാതെ ഇതുപോലെ കണ്ടുമുട്ടാറുണ്ട്. കാരണം വേറെ ഒന്നല്ല, ആ ഒരു കടയിൽ നടന്ന മോഷണ കേസുണ്ടല്ലോ, അതില് ഇവരെ രണ്ടുപേരെ സഹായിക്കാനായിട്ട് വേറെ ആരുമില്ല. അതുമല്ല, ഹോസ്പിറ്റലിൽ കോമയിലുണ്ടായിരുന്ന ആ ഒരു ക്ലർക്ക് ഉണ്ടല്ലോ, അയാളും മരിച്ചുപോയി. ഇപ്പോൾ സസ്പെൻഷനിലാണെങ്കിലും ഹീറോയ്ക്ക് ഇവരെ സഹായിക്കാനായിട്ട് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഹീറോയുടെ നമ്പർ ലൂതറിന്റെ കയ്യിൽ അവൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവനോട് പ്രത്യേകം പറയുന്നുണ്ട് ഇത് വേറെ ആർക്കും കൊടുക്കരുതെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഹീറോ ഇപ്പോൾ റോഡിലൂടെ തനിയെ നടന്നു പോവാണ്. അപ്പൊ തന്റെ പുതിയ ഫോൺ എടുത്ത് റോസിനെ വിളിച്ചിട്ട് അതിൽ സ്പീക്കർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു കാറ് റോഡിന് സൈഡിലായിട്ട് കൊണ്ടുവന്ന് നിർത്തുന്നത്. അപ്പൊ ആ കാറിൽ ഒരു ലേഡിയുണ്ട്, അവളുടെ പേര് സിസി, ഹീറോയുടെ സുഹൃത്താണ്. അതുപോലെ സിസിക്ക് ഡിവോഴ്സായി. അവളുടെ ഭർത്താവിന്റെ പേര് ഹസ്റ്റിൽ. ഇപ്പോൾ ഹീറോ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കൊണ്ട് അവന് ലിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞ് ഹീറോയെ വിളിച്ച് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ ഹീറോയും സിസിയും തമ്മിൽ എന്തൊക്കെയോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അതിനെ പറ്റിയെല്ലാം സംസാരിച്ചിട്ട് സിസി ഇതിനു മുന്നേ തന്നെ കാഷ്വൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഹീറോയോടൊപ്പം കൊണ്ടുപോകാനായിട്ട് ഇതിനു മുന്നേ ചോദിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് ഹീറോയ്ക്ക് വേറെ ഏതൊരു റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് അവൻ അതിന് തയ്യാറായില്ല. ഇപ്പൊ അതിനെപ്പറ്റി വീണ്ടും സിസി ഹീറോയോട് ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് സിസിയോട് ഇപ്പോഴും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് അവൻ അത് വലിയ കാര്യമാകത്തില്ല. ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ആ ഒരു പോലീസുകാരി റോസ് ഉണ്ടല്ലോ, അവരും നമ്മുടെ ഹീറോയും സംസാരിക്കുകയാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും സംസാരിക്കുമ്പോഴാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. സത്യത്തിലെ റോസിനും ഹീറോയോട് ചെറിയൊരു ഇഷ്ടമുണ്ട്.
അതൊരു സുഹൃത്തെന്നുള്ള രീതിയിലുള്ളതാണ്. കാരണം വേറെ ഒന്നുമല്ല, ഹീറോ സസ്പെൻഷൻ ആയതിനു ശേഷം ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കുടിപ്പഴക്കം, ഇതെല്ലാം കാരണം ഒരു പ്രൈവറ്റ് കൺസൾട്ടന്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറോയോട് പറഞ്ഞു തന്നെ റോസ് ആണ്. അതുമല്ല, റോസ് ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഹീറോയുടെ മുന്നിലേക്ക് ഒരു കവർ വെച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, അതെന്താണെന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ ഹേസ്റ്റ് ഉണ്ടല്ലോ, അവനെ മീറ്റ് ചെയ്യാണ്. ഇവൻ വേറെ ആരുമില്ല, സിസി എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടല്ലോ, അവളുടെ ഭർത്താവ്. അതുമല്ല, ഹേസ്റ്റ് ജയിലിൽ പോയതിനു ശേഷം തിരിച്ചു വന്നതിന് ശേഷം അവൻ കാറിന്റെ ബിസിനസ്സാണ് ചെയ്യുന്നത്. അതുമല്ല, ഹീറോയുടെ കാറാണെങ്കിലോ കുറെ നാൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് തുരുമ്പായിപ്പോയി. അത് റെഡിയാക്കാനായിട്ട് ഹേസ്റ്റിന്റെ കയ്യിലാണ് കൊടുത്തത്. പക്ഷേ പാർട്സ് കിട്ടാത്തത് കൊണ്ട് അത് ഇതുവരെ ശരിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് ഹേസ്റ്റ് പറയും. അതുകൊണ്ട് ഹേസ്റ്റ് പറയും, ദേ അതുവരെ ഈ കാർ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വേറൊരു കാർ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഹീറോ വിചാരിക്കുന്നതാണ്, ഈ ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നതുവരെ ഈ കാർ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരാഴ്ചത്തേക്ക് ഒരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ടാണ് ഹീറോ കാർ എടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് മറ്റൊരു സൂപ്പർ മാർക്കറ്റിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ട്. അവളുടെ പേര് എമിലി എന്നാണ്. അപ്പൊ ഇവളെ നമ്മുടെ ഹീറോയ്ക്ക് നേരത്തെ തന്നെ അറിയാം. ഇതിനു മുന്നേ ആ ഒരു റോബറി നടന്നല്ലോ, ആ സ്ഥലത്തെ CCTV ഫൂട്ടേജ് അത് ലൂതർ ഈ പെണ്ണിനെ കാണിച്ചിരുന്നു. അപ്പൊ അവരെ മോഷ്ടിച്ച ആ ഒരു കള്ളന്റെ ഫേസ് അത്ര ക്ലിയർ അല്ല എന്ന് എമിലി പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ആ കാര്യത്തെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അതുമല്ല, ഇപ്പോൾ റീസെന്റ് ആയിട്ട് കടകളിലെല്ലാം ഇതുപോലെ മോഷണം നടക്കുന്നതുകൊണ്ട് എമിലിയോടും കുറച്ച് സൂക്ഷിച്ചിരിക്കാൻ പറഞ്ഞിട്ടാണ് ഹീറോ സാധനങ്ങളെല്ലാം വാങ്ങി. അതുമല്ല, അവളുടെ കയ്യിൽ ഹീറോയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഹീറോ ഇപ്പൊ വീട്ടിലിരുന്നിട്ട് ആ ഒരു മോഷണം നടന്ന കടയുണ്ടല്ലോ, അവിടുത്തെ CCTV ഫൂട്ടേജ് അത് കാണുകയാണ്. അപ്പൊ ഇതേ കടയിലിടുന്ന ആ ഒരു റെക്കോർഡിംഗ് ടേപ്പ് അതാണ് നമ്മുടെ റോസ് ഒരു കവറിൽ ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ട് പോയത്. അങ്ങനെ ഹീറോ തന്റെ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുമ്പോഴത്തേക്കും മറ്റൊരു ലിക്കർ ഷോപ്പിലും ഇതുപോലെ മോഷണം നടന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആ കാര്യം ഹീറോ നോട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് വന്ന് ഇപ്പൊ ആ ഒരു പാർക്കിംഗ് ഗ്യാരേജിൽ രണ്ടാമതായിട്ട് നടന്നൊരു കൊലയുണ്ടല്ലോ, ഒരു ലേഡി മരിച്ചു. അവരുടെ ഭർത്താവിനെ ആ ക്യാപ്റ്റനും അതേപോലെ ഹീറോയും ചോദ്യം ചെയ്യാണ്. ഇപ്പൊ ആ ഒരു ഭർത്താവ് പറയുന്നത് തന്റെ ഭാര്യയ്ക്ക് വേറെ ആരോടും വഴക്കോ കാര്യങ്ങളൊന്നുമില്ല, അവൾക്ക് ഇതുവരെയും ശത്രുക്കളോ അങ്ങനെ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവനാകെ വിഷമിച്ച് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോ പറയുന്നത്, ആ പാർക്കിംഗ് ഗ്യാരേജിൽ അടുത്ത കൊലപാതകം നടക്കുന്നതിന് മുന്നേ ഈ കൊലയാളിയെ നമുക്ക് എങ്ങനെയെങ്കിലും പിടിക്കണം എന്ന് ഹീറോ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഹീറോ നേരെ പോകുന്നത് ആ ഒരു പാർക്കിംഗ് ഗ്യാരേജിലേക്കാണ്. എന്നിട്ട് അവിടുത്തെ 7ാമത്തെ നിലയിലേക്ക് പോയിട്ട് കൊല നടന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടേക്ക് വന്ന് അവിടെ നിന്ന് എടുത്ത ആ ഒരു ഫോട്ടോ എല്ലാം വെച്ചിട്ട് ആ സ്ഥലം നല്ലതുപോലെ പരിശോധിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നതോ ആ ഒരു റൗഡി ഗ്യാങ്ങിന്റെ ബോസ് ഉണ്ടല്ലോ, അയാളെ കാണാൻ വേണ്ടി. കാരണം ഫസ്റ്റ് വിക്ടീം അയാളോടൊപ്പമാണ് ജോലി ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു അന്വേഷണം തുടങ്ങുന്നത് തന്നെ സത്യത്തിൽ ഇവിടെ നിന്നാണ്. ഇപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ബോസിന്റെ സെക്രട്ടറി അവിടെ ഇരിപ്പുണ്ട്. ഇവന്റെ പേര് അലൻ. അപ്പൊ അലനോട് പറഞ്ഞിട്ട് തന്റെ ബോസിനെ മീറ്റ് ചെയ്യണമെന്ന് ഹീറോ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ അലൻ പറയും, സോറി, ഇപ്പോൾ എന്തായാലും ബോസിനെ കാണാൻ കഴിയത്തില്ല, കാരണം ബോസ് ഇപ്പോൾ ഒരു ബോക്സിങ്ങിന്റെ ഒരു പ്രൊമോട്ടറായിട്ട് ഇരിക്കുകയാണ്. അതുപോലെ നിങ്ങൾ സസ്പെൻഡായ കാര്യം തന്നെ എന്റെ ബോസിനറിയാം. അതുപോലെ ആ ഒരു പാർക്കിംഗ് ഗ്യാരേജിൽ ആദ്യം മരിച്ചു വരുത്തണമല്ലോ, ഈ ബോസിനോടൊപ്പം വർക്ക് ചെയ്ത അവന്റെ പേര് ജോൺ എന്നാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് നേരെ ആ ഒരു ബോസിനെ കാണാനായിട്ട് പോകും. എന്നിട്ട് ജോണിന്റെ പേര് പറഞ്ഞ് ഹീറോ, അല്ല ഈ ജോൺ ഇവിടെയാണോ വർക്ക് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആ ബോസ് പറയും, ഇല്ല, അങ്ങനെ ഒരാളെ അറിയത്തില്ല എന്ന് ആ ഒരു ബോസ് പറയും. അപ്പോൾ ഹീറോ പറയും, ഇല്ല, അവൻ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്തതെന്ന് പറയുമ്പോൾ ആ ബോസ് വീണ്ടും അത് തന്നെയാണ് പറയുന്നത്, അവൻ ഇവിടെ വർക്ക് ചെയ്തിട്ടില്ല എന്ന്. അപ്പൊ അടുത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ ആ ബോസ് ദേഷ്യപ്പെട്ട് ഹീറോയെ പുറത്തേക്ക് പറഞ്ഞുവിടും. ഇപ്പോൾ വെളിയെ വരുമ്പോഴത്തേക്കും അലൻ ഉണ്ടല്ലോ, അവനോട് ജോണിനെ പറ്റി ഹീറോ ചോദിക്കുമ്പോൾ അലൻ പെട്ടെന്ന് ഹീറോയോട് ചോദിക്കും, അല്ല എന്റെ ബോസ് എന്താ പറഞ്ഞത്? ഹീറോ പറയും, അങ്ങനെ ഒരാളെ ഇവിടെ ഇല്ലാന്നാണ് നിന്റെ ബോസ് പറഞ്ഞത്. ഇത് കേൾക്കുന്ന അലനാണെങ്കിലോ അതേ മറുപടി തന്നെ ഹീറോയോട് പറയും. ഇതെന്താണ്, പറഞ്ഞു വെച്ചതുപോലെ തന്നെ രണ്ടുപേരും ഒരേ മറുപടി തന്നെ പറയുന്നു എന്ന് ഹീറോ ആലോചിച്ചിട്ട് ഹീറോ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ പോകുന്നത് ഹാസ്റ്റി എന്ന് പറഞ്ഞിട്ട് അടുത്തുണ്ടല്ലോ, അവന്റെ അടുത്തേക്കാണ്. സത്യത്തില് ഹാസ്റ്റിയും സിസിയും തമ്മിൽ ഡിവോഴ്സ് ആയെങ്കിലും ഹാസ്റ്റിക്ക് ഇപ്പോഴും അവളെ ഇഷ്ടമാണ്. പക്ഷെ അവൾക്കാണെങ്കിലോ മറ്റൊരാളായിട്ട് എന്തോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റിയെല്ലാം ഹീറോയെ ചോദിക്കുമ്പോൾ ഹീറോ അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. അപ്പോൾ ഹാസ്റ്റി പറയും, ശരി ജസ്, നീ ടെസ്റ്റ് ഡ്രൈവിനെടുത്ത ആ ഒരു കാറില്ലേ, അത് നീ തന്നെ വാങ്ങ്, അതിനുള്ള ഫിനാൻസ് എല്ലാം ഞാൻ തന്നെ റെഡിയാക്കാം എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് പെട്ടെന്നൊരു സംശയം. എന്താന്ന് വെച്ചാൽ ഹാസ്റ്റിൽ ഈ ജയിലിലുണ്ടായിരുന്നപ്പോൾ വലിയൊരു എമൗണ്ട് കേസിന്റെ ഭാഗമായിട്ട് കെട്ടിവെച്ചിരുന്നു. അതേപോലെ തന്നെ സിസിക്കും കുറെ പണം കൊടുക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു കാർ ബിസിനസ് നടത്താനും എവിടെ നിന്നാ ഇത്രയും പണം കിട്ടിയെന്ന് അവനോട് ചോദിക്കുമ്പോൾ ഹാസ്റ്റിൽ പറയും, അതിനെപ്പറ്റിയൊക്കെ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ഹാസ്റ്റിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ ഒരു ടൗൺ കൗൺസിലിൽ നിന്നും ഹീറോയെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ പോവാണ്. അതേപോലെ തന്നെ ഹീറോയോടൊപ്പം ടച്ചിലിരുന്നത് കൊണ്ട് റോസിനെയും ലൂതറിനെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോകുന്നു.
അതിന് പ്രധാന കാരണമായിട്ട് അവർ കണ്ടുവയ്ക്കുന്നത് ആ ടൗണിൽ നടന്ന മോഷണം ഉണ്ടല്ലോ, ആ കേസാണ്. അതുകൊണ്ടാണ് ആ ഒരു കേസിലെ സഹായിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ആളുകളെ ഇതുവരെ ഹയർ ചെയ്യാത്തത്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് കൗൺസിലറായിട്ടുള്ള കാർട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരുത്താനുണ്ട്, അവനാണ്. സത്യത്തിൽ അവനും നമ്മുടെ ഹീറോയും തമ്മിൽ ഒരിക്കലും ഒത്തുപോകത്തില്ല. ഇവര് രണ്ടുപേരും ചെറിയ വഴക്കുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് ഒരു ലിക്കർ ഷോപ്പിലേക്കാണ്. അപ്പൊ ഇവിടെ നടന്ന ആ ഒരു മോഷണ കേസാണ് ഹീറോ ന്യൂസ് പേപ്പറിൽ വായിച്ചല്ലോ അത്. ഇപ്പൊ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെയുള്ള ക്ലർക്കിന്റെ കയ്യിലും നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ഇയാളെ അടിച്ചിട്ടാണ് ഇവിടെ മോഷണം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഹീറോ വന്നിട്ട് അവനോട് ചോദിക്കും, ഇവിടെ സംഭവം നടന്ന അന്നത്തെ ആ ഒരു CCTV ഫുട്ടേജ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലീസ് ചീഫിന്റെ കയ്യിൽ കൊടുത്തു വിട്ടു എന്ന് പറയും. അപ്പോൾ ഹീറോ ശരി, സംഭവം നടന്ന 2 മണിക്കൂറുകൾക്ക് മുന്നേയുള്ള ആ CCTV ഫുട്ടേജ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് അതും വാങ്ങി ഹീറോ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ ലൂതർ നേരെ റോസിനെ അടുത്തേക്ക് വന്നിട്ട് ആ മിനി മാർട്ടിൽ നടന്ന മോഷണ കേസിലെ അതിന്റെ സർവേലൻസ് ഫുട്ടേജ് അടങ്ങിയ ആ ഒരു ടേപ്പ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ റോസ് പറയും അത് വീട്ടിലിരിക്കുകയാണ് എന്നല്ല എന്തൊക്കെയോ പറയുന്നുണ്ട്. സത്യത്തിലെ റോസ് ആ ഒരു ടേപ്പാണ് നമ്മുടെ ഹീറോയുടെ കയ്യിൽ കൊടുത്തത്. അപ്പോൾ ലൂതർ പറയും ശരി, അങ്ങനെയാണെങ്കിൽ നാളെ കൊണ്ട് വന്നാൽ മതി എന്ന് പറയുമ്പോൾ സത്യത്തിലെ ലൂതർ ഇപ്പോഴും ഈ ഒരു സ്റ്റേഷനിലെ ചീഫാണെങ്കിലും അവന് തന്നിൽ തന്നെ ഒരു വിശ്വാസമില്ല. അതേപോലെ തന്നെ റോസും വിശ്വസിക്കുന്നത് നമ്മുടെ ഹീറോയെ കൊണ്ട് മാത്രമേ ഈ ഒരു കേസ് സോൾവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ എന്നാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ആ ലിക്കർ ഷോപ്പിൽ നിന്നും കൊണ്ടുവന്ന ആ ഒരു ടേപ്പ് ഉണ്ടല്ലോ, അത് പ്ലേ ചെയ്ത് ഹീറോ കാണുകയാണ്. അപ്പൊ അതിൽ ഈ സ്റ്റോറിൽ സിഗരറ്റ് വാങ്ങിക്കാൻ വന്ന ഒരുത്തനുണ്ട്. അവനെ കാണുമ്പോഴത്തേക്ക് ഹീറോയ്ക്ക് എന്തൊരു സംശയം. കാരണം വേറെ ഒന്നല്ല, ഇതേ ആള് തന്നെയാണ് റോസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച അതേ ടേപ്പിലുണ്ടായിരുന്നത്. അപ്പൊ 2 സ്റ്റോറിലും അറ്റാക്ക് നടക്കുന്നതിന് മുന്നേ ഇവൻ വന്നിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇവൻ കള്ളനല്ലാന്നുണ്ടെങ്കിലും ആ കടയെ നല്ലതുപോലെ നിരീക്ഷിക്കാനായിരിക്കും ഇവൻ വന്നിട്ട് പോയിട്ടുള്ളത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ റോസ് ഹീറോയെ കാണാനായിട്ട് വരികയാണ്. വേറെ ഒന്നല്ല, ആ ഒരു ടേപ്പ് വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ ഹീറോ ആ ലിക്കർ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ടേപ്പും അതേപോലെ തന്നെ റോസ് കൊടുത്ത ആ ഒരു ടേപ്പും അവൾക്ക് തിരിച്ചു കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കണ്ടു നോക്കി കഴിഞ്ഞാൽ തന്നെ നിനക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും എന്നും അവൻ പറയുന്നുണ്ട്. പക്ഷെ ഹീറോ കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് പറയുന്നില്ല. ക്ലൂ കിട്ടിയാൽ തന്നെ നീ ആ കാര്യം ലൂതറിനോട് പറയണമെന്നും പറയും. അപ്പൊ പോകുന്നതിന് മുന്നേ റോസ് ഹീറോയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, റോസിന്റെ ഭർത്താവും ഒരു കുടിയാനാണ്. അവനെ ഉടനെ തന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണെന്ന് അവൾ പറയുന്നുണ്ട്. ഇപ്പൊ ആ ഒരു വിഷമങ്ങളെല്ലാം നമ്മുടെ ഹീറോയോട് പറയുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ കാണിക്കുമ്പോൾ ഹീറോയുടെ ആ ഒരു നായ ഉണ്ടല്ലോ, അത് വായിലൊരു കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ഹീറോയെ കളിക്കാനായിട്ട് വിളിക്കാണ്. ഹീറോ ആ ഒരു കമ്പ് വാങ്ങി ദൂരേക്ക് എറിയുമ്പോൾ അത് പോയി എടുത്തിട്ട് വരും. ഇപ്പൊ വേറൊന്നുമല്ല, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അത് പതിയെ പതിയെ കൂടി വരുന്നുണ്ട്. അങ്ങനെ അവിടെ നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഹീറോയുടെ സുഹൃത്തുണ്ടല്ലോ ആ ക്യാപ്റ്റൻ, അയാൾ ഹീറോയെ വിളിച്ചിട്ട് അടുത്തൊരു കാര്യം പറയുന്നു. വേറൊന്നുമല്ല, 3ാമതായിട്ടും ഒരു കൊല നടന്നിട്ടുണ്ട്. അതേ പാർക്കിംഗ് ഗ്യാരേജിലെ കാറിന്റെ ഡോർ തുറക്കുന്ന സമയത്ത് പുറകിലൂടെ വന്ന് ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നതും അത് കഴിഞ്ഞ് ഹീറോ നേരെ പോകുന്നത് ആ കൊല നടന്ന സ്ഥലത്തേക്കാണ്. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇപ്പൊ മരിച്ചെടുക്കുന്ന ആളുടെ വയസ്സ് 58, അതൊരാളാണ്. അതേപോലെ തന്നെ അയാൾക്ക് 3 കുട്ടികളുണ്ട്. ഇപ്പൊ ആ ഒരു സുഹൃത്ത് പറയും ഈ 3 കൊലകൾക്കും സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഒന്നിലും ഞങ്ങൾ വ്യക്തമായിട്ട് കാണുന്നില്ല. അപ്പോ ഹീറോ പറയും ചില സമയത്ത് ഈ പാറ്റേൺ ഇല്ലാത്തതും ഒരു പാറ്റേൺ തന്നെയായിരിക്കും. അതേപോലെ തന്നെ ഈ കൊലപാതകത്തിലും ഒരു വീക്ക്നെസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ കൊലയാളി അത്ര സ്മാർട്ട് ആയിട്ടുള്ള ഒരുത്തനാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഹീറോ പോകുന്നത് ആ ഒരു ബോസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അയാളുടെ അടുത്തേക്ക് വന്നിട്ട് പറയും നിങ്ങൾ കഴിഞ്ഞ തവണ ജോണിനെ അറിയത്തില്ല എന്ന് പറഞ്ഞത് വെറും കള്ളമാണെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇത്തവണ ജോണിനെ അറിയാമെന്ന് ബോസ് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് ബോസ് പറയും സത്യത്തിൽ അവൻ ഇവിടെ വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു, വെറുതെ കോഫി ഇട്ട് കയറിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവന്റെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ലാത്തത്. അതുമല്ല, അവൻ കൊല ചെയ്യപ്പെടുന്നതിന് മുന്നേ 2 ദിവസം മുന്നെയാണ് ഞാൻ അവനെ അവസാനമായിട്ട് കണ്ടത് എന്നും ആ ഒരു ബോസ് പറയും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഹീറോ അടുത്തതായിട്ട് സിസ്റ്റർ മേരി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കാണുകയാണ്. ഇവരെ നമ്മുടെ ഹീറോയ്ക്ക് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ട് ഒരു ഡിന്നറിന് വേണ്ടിയിട്ടാണ് അവരെ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു പെൺകുട്ടികളെ അബ്യൂസ് ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ ഈ ബോസിന്റെ പേരുണ്ടോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അയാളുടെ പേരില്ലാന്ന് അവർ പറയും. അപ്പോൾ ഹീറോ ചോദിക്കും ശരി, ആ ഒരു ബോസും പിന്നെ അലൻ എന്ന് പറഞ്ഞ അവന്റെ സെക്രട്ടറി അല്ലേ, അവർ തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിക്കുമ്പോൾ മേരി പറയും ആ ബോസിനോടൊപ്പം ഇത്രയും കാലം ഇതുവരെയും ആരും ഇതുപോലെ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടില്ല എന്ന് മേരി പറയുമ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി ബോസും അലനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും നാളൊന്നും ഒരാളെ സെക്രട്ടറി ആയിട്ട് ആ ബോസ് ഇരുത്താറില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ പോകുന്നത് ലൂതറിനെ കാണാൻ വേണ്ടി. അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ മിനി മാർട്ടിൽ നടന്ന മോഷണ കേസിലെ അതെങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ലൂതർ പറയും ഇതുവരെയും സംശയിക്കുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന് ലൂതർ പറയുമ്പോൾ ഓക്കെ, എന്തായാലും ഇവൻ ആ ഒരു ക്ലൂ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഹീറോ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഹീറോ ഇപ്പോൾ ഇവിടേക്ക് വരാനുള്ള പ്രധാന കാരണം ഇവരെ എല്ലാവരെയും ഈ ജോബിൽ നിന്ന് പുറത്താക്കാനായിട്ട് ടൗൺ കൗൺസിലർ ഉണ്ടല്ലോ കാർട്ടർ എന്ന് പറഞ്ഞിട്ട് അയാൾ തീരുമാനിച്ചതായിട്ടുള്ള ആ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹീറോ ഇവിടെ വന്നത്. ഒരുപക്ഷെ അങ്ങനെ നടക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ റോബറി കേസ്
റോസും ലൂതറും എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തേ മതിയാവൂ. അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് ഹീറോ പറയുമ്പോഴത്തേക്ക് ലൂതർ പറയും, സോറി, നിന്റെ സഹായം ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും എന്ന് പറയുമ്പോൾ ഹീറോ ഒന്നും മറുപടി പറയാതെ അവിടെ നിന്ന് വെളിയിലേക്ക് പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്ക് റോസ് നമ്മുടെ ഹീറോ കൊടുത്ത ആ ഒരു 2 ടേപ്പും അത് നല്ലതുപോലെ നിരീക്ഷിച്ചിട്ട് ഒരേ ആള് തന്നെയാണ് 2 കടയിലും മോഷണം നടക്കുന്നതിന് മുന്നേ സാധനം വാങ്ങിക്കാനായിട്ട് പോയത് എന്നുള്ള കാര്യം കണ്ടുപിടിച്ച് ലൂതറിനോട് പറയുന്നു. പക്ഷേ മണ്ടൻ ലൂതർ ആണെങ്കിലോ അതൊരു കോയിൻസിഡൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയും തെളിവ് കണ്ടുപിടിച്ച് കൊടുത്തിട്ടും ഈ മണ്ടൻ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, എന്തായാലും കടയിൽ വന്നവനെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിന്റെ സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് റോസ് പറയുമ്പോഴത്തേക്കും ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത സീനില് നമ്മുടെ ഹീറോ നേരെ എമിലിയെ കാണാനായിട്ടാണ് പോകുന്നത്. ഇപ്പൊ ആ 2 കടയിലും കണ്ട ഒരുത്തനുണ്ടല്ലോ സംശയിക്കുന്നു, അവന്റെ ഫോട്ടോ എമിലിയെ കാണിച്ചിട്ട് ഇവൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എമിലി പറയും ഇല്ല, കണ്ടിട്ടില്ല എന്ന് പറയും. ശരി, അടുത്ത തവണ എപ്പോഴെങ്കിലും ഇവനെ കാണുവാണെങ്കിൽ ഉടനെ തന്നെ എന്നെ നീ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോവാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇനിയിപ്പോ എമിലിയുടെ ഷോപ്പിലേക്കും അയാൾ വരാനായിട്ട് ചാൻസ് ഉണ്ടല്ലോ. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ പോകുന്നത് അലനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അവനോട് ജോൺ എന്ന് പറഞ്ഞ അവനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് അലൻ പറയും, സത്യത്തിൽ എനിക്ക് ജോണിനെ അത്ര ഇഷ്ടമല്ലായിരുന്നു. കാരണം അവൻ ബോസിനോട് അത്ര അടുത്ത് പെരുമാറുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുപോലെ ഞാനും ജോൺ മരിക്കുന്നതിന് 2 ദിവസം മുന്നെയാണ് അവനെ കണ്ടത് എന്ന് ആ ബോസ് പറഞ്ഞതുപോലെ തന്നെ ഇവനും പറയാണ്. ഇതെന്തോന്ന്, ഒരമ്മ വെറ്റ 2 മക്കളോ? അതുപോലെയാണല്ലോ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത്. അപ്പോൾ ഹീറോ ചോദിക്കും, ഇന്ന് രാത്രി ബോസിനോടൊപ്പമാണ് ഡിന്നർ കഴിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല, ഞാൻ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് അലൻ പറയും. ഇപ്പൊ അതേ സമയം നമ്മുടെ ക്യാപ്റ്റനോടുള്ള ഒരു ഫ്രണ്ട് അയാളിപ്പോ ഹീറോയെ വിളിച്ചിട്ട് ജോൺ മരിക്കുന്നതിന് മുന്നേ മില്ലസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് അവൻ പോയിരുന്നു. പക്ഷെ ഇത് എന്ത് സ്ഥലമാണ്, എന്തിനാണ് അവിടേക്ക് പോയതെന്ന് പോലും ഇതുവരെ അറിയത്തില്ല എന്ന് പറയും. അതുകൊണ്ട് അടുത്ത സീനിൽ തന്നെ നമ്മുടെ ഹീറോ പോകുന്നത് ആ ഒരു കൊലകൾ നടന്ന പാർക്കിംഗ് ഗ്യാരേജ് ഉണ്ടല്ലോ അവിടേക്കാണ്. അവിടെ പോയിട്ട് അതിനടുത്തുള്ള ഓരോ ബിൽഡിങ്ങുകളായിട്ട് അവൻ പരിശോധിക്കുമ്പോൾ ഒരു ബിൽഡിങ്ങില് മില്ലസ് എന്നുള്ള ആ ഒരു പേര് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അതിനകത്ത് ഈ കയറി പോകുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇവിടെ ആണുങ്ങൾ മാത്രമാണ് കപ്പിൾസ് ആയിട്ട് വരുന്നത്. സത്യത്തിൽ ഇതൊരു ഗേ ബാറാണ്. ഗേ ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. അപ്പൊ ഇവിടേക്ക് ജോൺ വരണമെന്നുണ്ടെങ്കിൽ അവനും ഒരു ഗേ ആയിരിക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയും അവന്റെ ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ഇവര് രണ്ടുപേരും മീൻ പിടിച്ചുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർ ഒരു തെറപ്പിസ്റ്റ് മാത്രമല്ല, ഇതിനു മുന്നേ ഒരു പോലീസായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. അതുമല്ല അയാളുടെ അവസാന ദിവസങ്ങളിൽ ഒരു ഡ്രഗ് ഡീലർ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഈ ഡോക്ടറാണ് അയാളെ അടിച്ച് ആ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്തു. കൂടാതെ ഈ ഡ്രഗ് ഡീലിംഗിൽ തന്നെ ആരൊരാൾ അവരെ ഷൂട്ട് ചെയ്ത് കൊന്നതായിട്ടാണ് ഈ ഡോക്ടർ ആ ഒരു കേസ് തന്നെ ക്ലോസ് ചെയ്തത്. പക്ഷെ ഞാൻ അന്ന് ചെയ്ത കാര്യം ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് വന്ന് ഡ്രിങ്ക് ചെയ്ത് കിടന്നുറങ്ങുകയും ചെയ്തു. അതുകൊണ്ട് വർക്കിനും നമ്മൾ ഡ്രിങ്ക് ചെയ്യുന്നതിനും ചെറിയൊരു കണക്ഷൻ ഉണ്ട്. പക്ഷേ നീ നിന്റെ ജോലിയുടെ ആവശ്യമായിട്ടാണോ കുടിക്കുന്നത് അതോ നിന്റെ ഭാര്യ കാരണമാണോ കുടിക്കുന്നത് എന്ന് ഹീറോയുടെ ഡോക്ടർ ചോദിക്കുമ്പോൾ അത് രണ്ടും കാരണമായിരിക്കാന്ന് ഹീറോ പറയുന്നുണ്ട്. അതുമല്ല ഒരു വട്ടം അവന്റെ എക്സ് വൈഫിന്റെ ഭർത്താവുണ്ടല്ലോ അവനെ കൊല്ലാൻ വേണ്ടി തന്നെ ഹീറോ തീരുമാനിച്ചിരുന്നു. അപ്പൊ അത്രയും ആ ഒരു അസൂയുണ്ടല്ലോ, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം മറ്റൊരാൾ ജീവിക്കുന്ന കാണുമ്പോഴത്തേക്കുള്ള ഒരു അസൂയ അത് ഹീറോയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ തന്നെ ഹീറോയ്ക്ക് വന്നത്. ആ കാര്യത്തെ പറ്റിയും ഈ ഡോക്ടർ ഇപ്പോൾ ഹീറോയോട് സംസാരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ വീട്ടിലേക്ക് വന്ന് ഇപ്പൊ ആ ഒരു പാർക്കിംഗ് ഗ്യാരേജിൽ നടന്ന കൊലപാതകങ്ങളുണ്ടല്ലോ അതെല്ലാം വീണ്ടും ഒന്നുകൂടി ഇമാജിൻ ചെയ്തിങ്ങനെ നോക്കാണ്. അപ്പൊ അതിലൂടെ ഹീറോ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് അലൻ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടല്ലോ ആ ബോസിന്റെ സെക്രട്ടറി, അവനാണ് ഈ കൊലപാതകങ്ങളെല്ലാം കാരണം എന്നാണ് ഹീറോ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇതുപോലൊരു കാര്യം ഹീറോ മനസ്സിലാക്കിയിട്ട് നേരെ തന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് വന്ന് ഹീറോയ്ക്കുള്ള ആ ഒരു സംശയം ഫ്രണ്ടിനോട് പറയും. ഞാൻ സംശയിക്കുന്നത് അലനെയാണ്, അതുകൊണ്ട് അവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ആ ഫ്രണ്ട് ഇതിനു മുന്നേ തന്നെ അലനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു വെച്ചിരുന്നു. ഇപ്പോൾ ഹീറോയോട് പറയും അലൻ ക്രിമിനൽ സൈക്കോളജിയിലെ മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുണ്ട് എന്നാ ഒരു ഫ്രണ്ട് പറയുമ്പോഴത്തേക്ക് ഹീറോ പറയും അങ്ങനെയാണെങ്കിൽ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണെന്ന് അലന് നല്ലതുപോലെ തന്നെ അറിയാം. അപ്പൊ ആ ഒരു ഫ്രണ്ട് ചോദിക്കും, പക്ഷേ ആലൻ ഇവരെല്ലാവരെയും കൊല്ലുന്നതിന് എന്തായിരിക്കും ഒരു മോട്ടീവ്? ഇപ്പോഴാണ് ഹീറോ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഈ ഫ്രണ്ടിനോട് പറയുന്നത്. സത്യത്തിൽ ആ ഒരു ബോസിന് അലനുമായിട്ട് ഒരു ഗേ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇടയിൽ വെച്ചിട്ട് ജോൺ എന്ന് പറഞ്ഞ അവൻ വന്നതുകൊണ്ട് അവർ തമ്മിലുള്ള ആ ഒരു അടുപ്പം കാരണം ആ ഒരു അസൂയ കൊണ്ടാണ് അലൻ ജെയിംസിനെ കൊന്നത്. അതുപോലെ ഈ ഒരു മോട്ടീവ് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടി അടുത്തടുത്തായിട്ട് വീണ്ടും രണ്ടുപേരും അതേ സ്ഥലത്ത് വെച്ച് തന്നെ കൊന്നു. എന്നിട്ട് ഇതൊരു സീരിയൽ കില്ലർ കൊലപാതകമാക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് പിറകെ മാത്രമേ പോകത്തുള്ളൂ, ഒരിക്കലും അലനെ സംശയിക്കത്തില്ല. അപ്പോൾ ഹീറോ ഇതെല്ലാം തന്റെ ഗസ്സിലൂടെയാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന നമ്മുടെ ക്യാപ്റ്റൻ പറയും, നീ ഇതൊരു ഗസ്സിങ്ങിൽ പറഞ്ഞതുകൊണ്ട് എനിക്ക് അത്ര വിശ്വാസം വരുന്നില്ല. കാരണം അലൻ ഇങ്ങനെ കൺട്രോൾ ഇല്ലാതെ ഒരിക്കലും നടക്കുന്ന ഒരാളല്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, ഈ അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വിഷയമാണ്.
അതാർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല എന്ന് ഈ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ പോകുന്നത് ആ ഒരു ബോസിനെ കാണാൻ വേണ്ടി. എന്നിട്ട് ജോണിന്റെ കൊലപാതക ദിവസം അലൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ബോസ് പറയും ഇല്ലാന്ന്. അപ്പോൾ ഹീറോ പറയും പക്ഷെ എനിക്ക് സംശയം അലനെയാണ് എന്ന ആ ഒരു കാര്യം ബോസിനോട് പറയുമ്പോൾ ബോസ് ചോദിക്കും അല്ല അലൻ എന്തുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആ ഒരു ഗെയിം മാറ്റർ ഉണ്ടല്ലോ അതിനെപ്പറ്റി പറയത്തില്ല. മറ്റൊരു കാരണം പറയും. നിങ്ങളുടെ കമ്പനിയിലെ ജോൺ പുതുതായിട്ട് ജോലിക്ക് വന്നതുകൊണ്ട് തന്റെ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു ടെൻഷനിലാണ് ആലൻ ഇതുപോലൊരു കാര്യം ചെയ്തത്. അത് കഴിഞ്ഞ് വീണ്ടും രണ്ടുപേരും അതേ സ്ഥലത്ത് വെച്ച് തന്നെ കൊന്നു കഴിഞ്ഞാലേ ഇതൊരു റാൻഡം സീരിയൽ കില്ലർ കൊലപാതകമായിട്ട് മാറും. അതിനു വേണ്ടിയിട്ടാണ് അലൻ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ ഈ ബോസ് പെട്ടെന്ന് ഹീറോയോട് ചോദിക്കും അല്ല ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഒരു ബോക്സിംഗ് പ്രൊമോട്ടർ ആയിട്ടുള്ള നിങ്ങളുടെ കൂടെ ഒരു സീരിയൽ കില്ലർ ജോലിക്കിരിക്കുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് അലനെ ഞാൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിഷയവും മറ്റുള്ളവരും അറിയും. അപ്പോൾ ബോസ് പറയും ഓക്കെ ഇതിനെപ്പറ്റി ഇനി കൂടുതൽ ചെയ്യാനൊന്നും നിൽക്കണ്ട എന്നാ ഒരു ബോസ് പറയുമ്പോൾ ഓക്കെ എല്ലാം മനസ്സിലാക്കി തന്നതിനെ താങ്ക്സ് എന്നും പറഞ്ഞ് ഹീറോ ഇപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോവാണ്. വേറെ ഒന്നല്ല കൊല നടന്ന ആ ഒരു ദിവസം ആലൻ ബോസിനോടൊപ്പം ഇല്ലായിരുന്നുള്ള കാര്യം ഹീറോയ്ക്ക് എന്തായാലും കൺഫേം ആയി. കൂടാതെ താനൊരു ഗേ ആണെന്നുള്ള കാര്യം മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടി ആ ഒരു ബോസ് പേടിക്കുന്നതായിട്ടുള്ള കാര്യവും ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ വീട്ടിൽ നിൽക്കുമ്പോൾ റോസ് ഹീറോയെ വിളിക്കുകയാണ്. എന്താണെന്ന് വെച്ചാല് എമിലി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ കയ്യിൽ ഇവർ സംശയിക്കുന്ന ആ ഒരു കഷന്റെ തലയുണ്ടല്ലോ അവന്റെ ഫോട്ടോ ഹീറോ കൊടുത്തതുപോലെ തന്നെ അറ്റാക്ക് നടന്ന ആ ഒരു മിനി മാർട്ടിലും അതേപോലെ തന്നെ ലിക്കർ ഷോപ്പിലുള്ള രണ്ടുപേരുടെ കയ്യിലും അതുപോലെ സംശയിക്കുന്ന ആളുടെ ഫോട്ടോ റോസും കൊടുത്തിരുന്നു. അപ്പോൾ ഹീറോ പറയും ഓക്കെ റോസ് നീ നല്ല കാര്യമാണ് ചെയ്തതെന്ന് പറയുമ്പോൾ റോസ് പറയും പക്ഷേ ലൂതറിന് ഇപ്പോഴും അവനെ ഒട്ടും സംശയമില്ല എന്ന് പറയുന്നതും ഹീറോ പറയും അത് കാര്യമാക്കണ്ട പക്ഷേ എമിലിയുടെ മേളിൽ നീ എപ്പോഴും ഒരു ശ്രദ്ധ കൊടുത്തിരിക്കണം കാരണം അടുത്തൊരു മോഷണം അവിടെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ഹീറോ പ്രത്യേകം പറയുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ എമിലിയുടെ ഷോപ്പിന് വെളിയിൽ വന്ന് നിൽക്കാണ്. അതും എമിലി ആ ഒരു ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നത് വരെ ഹീറോ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. കാരണം ആ ഒരു കള്ളൻ ഇവിടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ റോസ് ഇപ്പോൾ അവിടേക്ക് വന്നേക്കാണ്. കാരണം അവളും ഡിവോഴ്സ് ചെയ്യാൻ പോവാണ്, ഹീറോയും ഡിവോഴ്സ് ചെയ്തു. അതുകൊണ്ട് ഹീറോയെ പറ്റി ചോദിക്കുമ്പോൾ ഹീറോ പറയും ഞാൻ എൻ്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തത് എന്നെ കൊണ്ട് ഇപ്പോഴും അത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുമല്ല ആ ടൗൺ കൗൺസിലർ എല്ലാവരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോകുന്ന ആ ഒരു കാര്യവും അതോർത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് ഹീറോ പറയുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എമിലിയുടെ ഷോപ്പിൽ കാണിക്കുമ്പോൾ അവിടെ ഷോപ്പിലിരിക്കുന്ന അതേ സമയം ആ ഷോപ്പിനകത്തേക്ക് ഇവർ സംശയിക്കുന്ന അവർത്തുണ്ടല്ലോ കഷണ്ടി തലയൻ അവൻ കയറി വരുന്നു. ഇത് കണ്ട എമിലി ആണെങ്കിലോ പെട്ടെന്ന് ഹീറോയെ ഫോണിൽ വിളിക്കും. പക്ഷെ ഹീറോ ഫോൺ എടുക്കാത്തത് കൊണ്ട് അവൾ വോയിസ് മെസ്സേജാണ് അയക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പോൾ അലനെ വിളിക്കാണ്. അലനെ വിളിച്ചിട്ടാണ് അവനോട് പറയുന്നത് അസൂയ എന്ന് പറഞ്ഞത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ ആ ഒരു തോക്ക് നീ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അലൻ പറയും എന്റെ കയ്യിൽ അങ്ങനെ തോക്കോ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ ഹീറോ പറയും നിന്നെ പോലെയുള്ള ആളുകൾ തെറ്റ് ചെയ്തിട്ട് ഒരു കുറ്റബോധം പോലും കാണിക്കാറില്ല, മറ്റുള്ളവരുടെ ജീവനെ നീ ഒന്നും ഒരു വിലയും കൊടുക്കത്തില്ല എന്നല്ല ഹീറോ പറയുമ്പോഴത്തേക്കും പെട്ടെന്നാണ് അലൻ പറയുന്നത് ഓക്കെ നീ പറയുന്നതെല്ലാം ശരിയായിരിക്കാം പക്ഷെ എന്നെ നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് അഹങ്കാരത്തോടെ പറയുമ്പോഴത്തേക്കും ഹീറോ പറയും ഷൂട്ട് ചെയ്തിട്ട് നിസ്സാരമായിട്ട് പോവും, എന്നെ കൊണ്ടത് കഴിയാത്തത് കൊണ്ടല്ല. അതുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി മില്ലീസിനടുത്തുള്ള ആ ഒരു സ്ഥലത്തേക്ക് നീ വരണമെന്ന് പറയുമ്പോൾ അലൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എമിലിയുടെ ഷോപ്പിൽ കാണിക്കുമ്പോൾ കുറെ കഴിഞ്ഞിട്ട് എമിലിയുടെ ഷോപ്പിനകത്തേക്ക് ഒരുത്തൻ മുഖത്തെന്തോ കവറൊക്കെ ഇട്ടിട്ട് വരുന്നു. എന്നിട്ട് എമിലിയെ അറ്റാക്ക് ചെയ്ത് തോക്ക് കാണിച്ച് അവളുടെ ഷോപ്പിലുള്ള പണവില എടുക്കാനും പറയുന്നുണ്ട്. പക്ഷെ അവിടെയാണ് ഒരു അടിപൊളി ടെസ്റ്റ്. നമ്മുടെ റോസ് ഉണ്ടല്ലോ അവര് കറക്റ്റ് സമയത്ത് അതിനകത്തേക്ക് വന്ന് ആ കള്ളനെ അവിടെ വെച്ച് പിടിക്കുകയും ചെയ്യുന്നു, എമിലിയെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോ ഇതിനു മുന്നേ ഇവർ സംശയിച്ച ആ ഒരു കഷണ്ടി തലയുണ്ടല്ലോ അവനാണെങ്കിലേ ഈ ഷോപ്പിന് വെളിയിലായിട്ട് തന്നെ ഒരു കാറിൽ തോക്കുമായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കള്ളന്റെ സഹായി തന്നെയാണ് അവനും. ഇപ്പൊ ഷോപ്പിനകത്തുള്ള കാര്യങ്ങള് ഇവൻ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തോക്കും റെഡിയാക്കി അവനകത്തേക്ക് പോകാനായിട്ട് ഡോർ തുറക്കാൻ വരുമ്പോൾ കറക്റ്റ് സമയത്ത് നമ്മുടെ ഹീറോ തന്റെ കയ്യിലുള്ള തോക്കുമായിട്ട് അവന്റെ അടുത്ത് വന്ന് അവനെ പിടിക്കുന്നു. അപ്പൊ കടയിൽ നടന്ന ആ ഒരു മോഷണ കേസ് ഉണ്ടല്ലോ അതെന്തായാലും ഇതോടെ സോൾവ് ആയി. ആ രണ്ട് കുറ്റവാളികളെയും പിടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിപ്പോ ഹീറോ നേരെ പോകുന്നത് അലനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഹീറോ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഷോപ്പിലേക്ക് പോയിട്ട് ഹീറോ അലന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവൻ വരത്തില്ല എന്ന് നേരത്തെ പറഞ്ഞെങ്കിലും അവൻ വരുമെന്നുള്ള വിശ്വാസം ഹീറോയ്ക്കുണ്ട്. ഇപ്പൊ അലനെ കാണിക്കുമ്പോഴത്തേക്കും അവൻ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ ഒരു തോക്കുണ്ടല്ലോ അതെടുത്ത് ഒരു ലൈബ്രറിയിലാണ് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ഇപ്പൊ ആ ഒരു തോക്കെടുത്തൊരു പുഴയിലേക്ക് എറിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയെ കാണാൻ വേണ്ടി അവൻ വരും. അങ്ങനെ ഹീറോ ഇരിക്കുന്ന ആ ഒരു ഷോപ്പിന് മുന്നിലേക്ക് റോഡ് ക്രോസ് ചെയ്ത് നടന്നു വരുന്നതും പെട്ടെന്നൊരു കാർ വന്ന് അലനെ ഒരു ഒറ്റയിടി ഇടി കൊണ്ട് താഴെ വീണ അലൻ സ്പോട്ടിൽ തന്നെ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം ദൂരെ നിന്ന് നമ്മുടെ ഹീറോ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു മനസാക്ഷിയില്ലാതെ 3 പേരെ കൊന്ന ഇവന് ഇതിലും വലിയൊരു ശിക്ഷ ഇനി കിട്ടാനില്ല. എന്താന്ന് വെച്ചാൽ കൊലയാളി മരണപ്പെട്ടു, അവന്റെ കയ്യിൽ തെളിവായിട്ടുണ്ടായിരുന്ന ആ ഒരു തോക്ക് അതും അവൻ ഇവിടെ കളഞ്ഞു. പക്ഷെ നമ്മുടെ ഹീറോ സത്യം കണ്ടുപിടിച്ചെങ്കിലും നിയമത്തിന് മുന്നിലേ ഇവനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഇനി.
ഇപ്പോൾ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോലീസ് വരുമ്പോഴത്തേക്കും ആ ഒരു സുഹൃത്ത് ഹീറോയെ കാണുമ്പോൾ അല്ല നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും അല്ല ഞാനിവിടെ വെറുതെ കോഫി കുടിക്കാൻ വന്നതാണ് എന്ന് പറയുന്നതും ഈ ഫ്രണ്ടിന് മനസ്സിലായി എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ഹീറോ പറയും തെളിവുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും അലൻ തന്നെയാണ് യഥാർത്ഥ കൊലയാളി. അതുമല്ല അവൻ ഇടിച്ചിട്ട് പോയ ആ ഒരു കാറ് അത് സാധാരണ സംഭവിച്ചതല്ല, മനഃപൂർവ്വം ആ കാറ് അവൻ ഇടിച്ച് തെറിപ്പിച്ചതാണ്. കാരണം ആ കാറിന് നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ അവനെ കൊല്ലാനായിട്ടുള്ള കാരണക്കാരൻ വേറെ ആരുമല്ല, അത് ആ ഒരു ബോസ് തന്നെയാണ്. കാരണം അലനും ആ ബോസും തമ്മിലുള്ള ഗേ റിലേഷൻഷിപ്പ് അത് വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോസിന് തന്നെയാണ് നാണക്കേട്. അതുകൊണ്ട് ആ ഒരു ബോസ് തന്നെയായിരിക്കും ഇതും ചെയ്തത്. പക്ഷെ അതും നമുക്ക് തെളിയിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ആ ഒരു ഫ്രണ്ട് പറയും ഇങ്ങനെ ഒന്നിനും തെളിവില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മീഡിയയോട് എന്ത് പറയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും അതൊന്നും എന്റെ കാര്യമല്ല എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് നടന്നു പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് മരിച്ച ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ ഭർത്താവിന്റെ കുടുംബം, അതേപോലെ തന്നെ ആ ഒരു ഭർത്താവും ആ മരിച്ച സ്ത്രീയുടെ കല്ലറയിലേക്ക് പൂ വയ്ക്കാനായിട്ട് വരികയാണ്. അവിടെ നമ്മുടെ ഹീറോ കുറച്ച് ദൂരെയായിട്ട് നിന്ന് ആ ഭർത്താവിനെ നോക്കുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് മറ്റൊരു സംശയം കൂടി തോന്നുന്നത്. വേറൊന്നല്ല, ഒരുപക്ഷെ അലനെ കൊന്നത് ഈ ഭർത്താവ് ആവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം അലനാണ് കുറ്റവാളി എന്ന് കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ നിർത്തിയാലും അവന് മതിയായിട്ടുള്ള ശിക്ഷ കിട്ടാനായിട്ട് ചാൻസ് ഇല്ല. അതുകൊണ്ട് അലനാണ് കൊലയാളി എന്ന് ഈ ഒരു ഭർത്താവിനോട് പറയുമ്പോൾ ഈ ഭർത്താവായിരിക്കണം ഒരുപക്ഷെ കാർ കൊണ്ടുവന്ന് അലനെ കൊന്നത്. അതുപോലെ ഈ ഒരു ഭർത്താവിനെ ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടി ഹീറോ തന്നെ തന്റെ സുഹൃത്തിനോട് ഈ ഒരു ബോസാണ് അത് ചെയ്തതെന്ന് മാറ്റി പറഞ്ഞതും ആവാം. ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കൊലയാളിയെ കണ്ടുപിടിച്ചു, അവൻ മരിക്കുകയും ചെയ്തു. നമുക്ക് എന്തായാലും അത് മതി. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ, ലൂതർ, റോസ് ഇവരെ മൂന്നുപേരെയും ടൗൺ കൗൺസിലർ ജോലിയിൽ നിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി അവരെ വിളിച്ചിരുത്തി അവരോട് സംസാരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ തന്റെ ഡോഗിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹീറോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. കാരണം ഹീറോയ്ക്ക് ഇനി ആ ഒരു ജോലിയിൽ നിന്നാലേ ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഈ ഒരു മൂവി എത്രത്തോളം ഇഷ്ടപ്പെട്ടു നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഇതേപോലെ തന്നെ കുറേ സിനിമകൾ വേറെയുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഇതൊരു TV സീരീസ് ആണെന്ന്. അതുകൊണ്ട് ഇതുപോലെയുള്ള ഒരുപാട് സിനിമകളും ഒരുപാട് കഥകളും ഇനിയുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു 1K ലൈക്കെങ്കിലും വീണ് കഴിഞ്ഞാൽ എന്തായാലും ഇതിൻ്റെ അടുത്തടുത്ത ഭാഗങ്ങൾ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അറിയാലോ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചാനൽ SR Voice മൂവി എക്സ്പ്ലെയിൻ ഇതുപോലെയുള്ള സിനിമകൾ ഇനിയും നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ ആ ഒരു ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല മൂവി ആയിട്ട് വരുന്നതുമായിരിക്കും. ബൈ.